പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തിരുവചന ഭാഗത്ത് ഒന്നാമതായിട്ട് യേശുവിൽ വിശ്വസിച്ച യഹൂദരോട് പറഞ്ഞത്, നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല, അഥവാ എന്നിലേക്ക് കടന്നു വന്നതുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. എങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ശിഷ്യരാകും. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം ശ്രവിച്ചതുപോലെ വചനം ശ്രദ്ധാപൂർവം ശ്രവിച്ച് അർത്ഥം മനസ്സിലാക്കി ധ്യാനിച്ച് വചന സന്ദേശം ഉൾക്കൊണ്ട് അതനുവർത്തിച്ച് ജീവിക്കുന്നവരാകണം. അങ്ങനെയാണ് വചനത്തിൽ നിലനിൽക്കുന്നത്. വചനമനുസരിച്ചുള്ള ജീവിതം നയിച്ചുകൊണ്ട് വചനത്തിൽ നിലനിൽക്കുന്നവരാകണം. ഇപ്രകാരം വചനത്തിൽ നിലനിൽക്കുന്നവർ സത്യമായി. എന്താണ് സത്യം? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവിക യാഥാർത്ഥ്യമായ യേശുവാണ് സത്യം. ദൈവമാണ് യഥാർത്ഥ സത്യം. ദൈവിക യാഥാർത്ഥ്യങ്ങളാണ് യാഥാർത്ഥ്യമായിട്ടുള്ളവ. നാം സത്യം തിരിച്ചറിഞ്ഞാൽ മായകളുടെ പിന്നാലെ പോവുകയില്ല. കർത്താവ് പറഞ്ഞു, സത്യം അറിയുക മാത്രമല്ല, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ യേശുവിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാട് സ്വീകരിക്കുന്നവർ സത്യമറിയും, യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയും. ആ സത്യം നമ്മെ സ്വതന്ത്രരാക്കും. തിന്മയുടെ അടിമത്വത്തിൽ നിന്ന്, അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ച് ദൈവിക പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കും. അപ്പോൾ സത്യം അറിയും, സത്യം നമ്മെ സ്വതന്ത്രരാക്കും. മൂന്നാമത്തെ കാര്യം, ഒന്നാമത് കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ യേശുവിന്റെ ശിഷ്യരായി മാറും. രണ്ടാമത് അവർ സത്യം അറിയുകയും സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ യഹൂദർ പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ച യഹൂദർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവർ പാപത്തിന്റെ അടിമയാണ്. ഇതാണ് യേശു പറയുന്ന മൂന്നാമത്തെ കാര്യം. ഇവിടെ പാപം ചെയ്യുന്നവർ പാപത്തിന്റെ അടിമകളാണ്. യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരാതെ മാറി നിൽക്കുന്നവർ, അകന്നു നിൽക്കുന്നവർ പാപത്തിലാണ്. യേശുവിലേക്ക് വന്നവരും യേശുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ പാപത്തിന്റെ അടിമകളാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. പാപം എന്നത് യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നതും യേശുവിന്റെ വെളിപാട് അറിഞ്ഞിട്ടും അതനുസരിച്ച് ജീവിക്കാതിരിക്കുന്നതുമാണ് പാപം. യേശു തുടർന്ന് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. പാപത്തിന് അടിമയായവർ
ഭവനത്തിൽ വസിക്കുന്നില്ല, അവർക്ക് ദൈവമക്കളുടെ അവകാശം ലഭിക്കുന്നില്ല. യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞല്ലോ, തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള സ്വാതന്ത്ര്യം, അവകാശം അവിടുന്ന് നൽകിയെന്ന്. തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവിടുന്ന് നൽകിയെന്ന്. അപ്പൊ ദൈവമക്കളുടെ അവകാശത്തിലേക്ക് പിതാവിനോടൊത്ത് അവിടുത്തെ ഭവനത്തിൽ വസിക്കാനുള്ള അവകാശം കിട്ടുന്നത് സത്യമറിഞ്ഞ് സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്. യേശുവിൽ വിശ്വസിക്കുകയും അവന്റെ വചനത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നവരാണ്. 4-മതായി യേശു പറയുകയാണ്, നിങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നു. കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കർത്താവിന്റെ വചനത്തിൽ നാം നിലനിൽക്കണം. അവിടുത്തെ വചനം നമ്മളിൽ വസിക്കണം. നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി തരും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 20-ാം വാക്യം. അതുപോലെ അവിടുത്തെ വചനം അനുസരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കും. പിതാവും പുത്രനും വന്നവരിൽ വാസമുറപ്പിക്കും. യോഹന്നാൻ 14:23. അപ്പൊ വചനം നമ്മളിൽ വസിക്കുമെന്ന് മാത്രമല്ല, വചനമായ പുത്രൻ തമ്പുരാനോടൊപ്പം പിതാവും നമ്മളിൽ വസിക്കും. പിതാവും പുത്രനും നമ്മളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. അങ്ങനെ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ ആലയങ്ങളായി മാറും. കർത്താവിന്റെ വചനം നമ്മളിൽ നിലനിൽക്കുമെങ്കിൽ, അപ്പോൾ വചനത്തിൽ നിലനിൽക്കണം, വചനം നമ്മളിൽ വസിക്കണം. വചനത്തിൽ നിലനിൽക്കുന്നവർ സത്യം അറിയും, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിതരായി സ്വതന്ത്രരാകും. സത്യമറിഞ്ഞ് സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടവരായി ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടും. ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക മാത്രമല്ല, വചനം അവരിൽ വാസമുറപ്പിക്കും. കർത്താവ് നമ്മുടെ ഉള്ളിൽ കൂടാരമടിച്ചു വസിക്കും. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിൽ നാം ആയിത്തീരും. നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്ന പരസ്പരം അധിവസിക്കുന്ന അനുഭവത്തിലേക്ക് വളരും. പരസ്പരം അധിവസിക്കുന്ന അനുഭവത്തിലേക്ക് വളരുമ്പോൾ നമ്മൾ പരസ്പരം അറിയും. ദൈവം നമ്മെയും നാം ദൈവത്തെയും. ദൈവം നമ്മെ അറിയുന്ന പോലെ നാം നമ്മെ തന്നെ അറിയും, നാം ദൈവത്തെയും അറിയും. അങ്ങനെ പരസ്പരം അധിവസിച്ചുകൊണ്ട് പരസ്പരം അറിയുന്ന അനുഭവത്തിലേക്ക് വളരും. അങ്ങനെ ദൈവത്തെ കണ്ടും കേട്ടും അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ അറിയുക എന്ന് പറഞ്ഞാൽ ആശയപരമായ അറിവല്ല, അനുഭവജ്ഞാനമാണ്. ദൈവത്തെ കേട്ടും കണ്ടും അറിയുന്ന, ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ട് ദൈവത്തെ കാണുന്ന, കാതുകൾ തുറക്കപ്പെട്ട് ആ കർത്താവിനെ ശ്രവിക്കുന്ന. യെശയ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അന്ധന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്ന, ബധിരരുടെ കാതുകൾ തുറക്കപ്പെടുന്ന, മൂകന്റെ നാവ് സ്വതന്ത്രമാകുന്ന മെസ്സയാനിക യുഗത്തിന്റെ അനുഭവത്തിലേക്ക് നാം വളരും. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞതുപോലെ, എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു. നമ്മളും അതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളുടെ സാക്ഷികളായി മാറും. അല്ലാതെ കർത്താവിനെ എതിർത്ത് നിൽക്കുന്ന, കർത്താവിൽ നിന്ന് അകന്നു മാറുന്ന, അവിടുത്തെ തിരസ്കരിക്കുന്ന യഹൂദരെ പോലെയോ അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളെ പോലെ ആകത്തില്ല. ആ യഹൂദരെ കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേൾക്കുന്നത് പ്രവർത്തിക്കുന്നുവെന്ന്. അവിടെ നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞേക്കുന്നത് സാത്താനെയാണ്. അപ്പൊ കർത്താവിന്റെ മക്കളായില്ലെങ്കിൽ, ദൈവപിതാവിന്റെ മക്കളായില്ലെങ്കിൽ പിന്നെ സാത്താന്റെ മക്കളാണ്. പ്രിയമുള്ളവരെ, സഭയുടെ നവീകരണത്തെ കുറിച്ച് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആഴ്ചയിൽ പ്രത്യേകമായ വിധത്തിൽ ഇന്നലെ വചനം ശ്രവിച്ച് വചനമനുസരിച്ച് ജീവിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ ധ്യാനിച്ചു. ആ വചന അനുഭവത്തിൽ വളരുമ്പോൾ വചനത്തിൽ നിലനിൽക്കുന്നവരും സത്യം അറിയുന്നവരും സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടവരും വചനം നമ്മളിൽ അധിവസിക്കുകയും അഥവാ നമ്മളിൽ കൂടാരമടിച്ചു വസിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് നാം വളരും.
ഇപ്രകാരം വചനത്തിന്റെ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുന്നവരായി ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിനായി പരിശ്രമിക്കുന്നവരായിക്കൊണ്ട് സഭയുടെ നവീകരണത്തിൽ പങ്കാളികളാകാനും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക്, ദൈവരാജ്യത്തിന്റെ യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് നമുക്കും പങ്കുചേരാനും അനേകരെ ആനയിക്കുവാനും സാധിക്കും. സർവശക്തൻ ഇതിനായി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.